എടാ നീ എവിടെ ഉള്ളേ? ഞാനിവിടെ തന്നെ ഉണ്ടടാ. സാധനം സെറ്റായോ? സാധനം കയ്യിലുണ്ട്, പക്ഷേ ഡെലിവറി നടക്കില്ല. അതെന്താ? ഇവിടെയൊക്കെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ തൂഫാൻ അമിത്തിനൊക്കെ പൊക്കി. നീ തൽക്കാലം അവിടെ നിന്ന് മാറിക്കോ. ഇവരെവിടെയൊക്കെ ലാൻഡ് ചെയ്യുന്ന ഒരുറപ്പില്ല. നീ എന്താടാ വിചാരിച്ചേ? നിന്നെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പറ്റൂലെന്നോ? എന്റെ തോന്നിയാസൊക്കെ ഞങ്ങൾ തീർച്ചയാടാ. എന്തൊക്കെ ഡ്രഗ്സാ നീ യൂസ് ചെയ്യുന്നത്? മോനൊന്നും പറയില്ല. ഡാ, നിനക്ക് താരം എത്തിച്ചേരുന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഈ വിഷമൊക്കെ അടിച്ചു കയറ്റാനുള്ള പൈസ എവിടുന്നാണ് എനിക്ക് കിട്ടുന്നത്? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഇതിന്റെ മുറിയാ. ഇവിടെ ഞാൻ എനിക്ക് തോന്നിയേ ചെയ്യും. ചിലപ്പോ ചാവും. അതിന് നിങ്ങൾക്കെന്താ? ആസിഫേ, ഈ ലോകത്തെ ഏറ്റവും വലിയ ലഹരി മദ്യവും മയക്കുമരുന്നൊന്നുമല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, മുമ്പ് നീ പറഞ്ഞതാ. ഓർമ്മയുണ്ടോ? എടാ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ലഹരി എന്താണെന്നറിയോ? അത് ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. ഈ വിചാരിക്കും പോലെ മദ്യവും മയക്കുമരുന്നൊന്നുമല്ല. പിന്നെ കൂടെ ഒരുത്തം വീണ് കിടക്കുമ്പേ ഓന് താങ്ങാവുന്ന സൗഹൃദം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ലഹരി. ഫിലോസഫി. നമ്മളിൽ ആരെങ്കിലും വഴി തെറ്റി പോവുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ഓനെ കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുവരണം. നമ്മൾ ജയിക്കേണ്ടതേ ഒറ്റയ്ക്കല്ല, ഒരുമിച്ചാണ്. നീ പറഞ്ഞ ഫിലോസഫിയൊക്കെ ഞങ്ങൾ ജീവിതത്തിൽ പകർത്തി. പക്ഷെ നീ അത് ചെയ്തില്ല. നീ എങ്ങനെ തീരുന്നത് കാണാൻ ഞങ്ങൾക്കാവൂലടാ. ഇപ്പതാ നിന്നെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ വന്നതാ. ഇനി തീരുമാനം നിൻ്റെതാ. വാടാ. ജീവിതം ഒന്നേ ഉള്ളൂ. അത് നിന്നെ സ്നേഹിക്കുന്നവരെ കൂടുതൽ ജീവിച്ചു തീർക്കുക, അല്ലാതെ ലഹരിയിൽ തീർക്കാനുള്ളതല്ല. നോക്ക്. സോറിയടാ, ഇടക്കൊന്ന് വീണുപോയി. സാരില്ലടാ. ഇടക്കൊന്ന് വീണാലും എണീറ്റ് വെളിച്ചത്തിലേക്ക് വന്നല്ലോ. അതെ, അതല്ലടാ ഹീറോയിസം. വഴികൾ മാറിയാലും മനസ്സുകളും നീ എങ്ങനെ തീരുന്നത് കാണാൻ ഞങ്ങൾക്കാവൂലടാ. ജീവിതം ഒന്നേ ഉള്ളൂ. അത് നിന്നെ സ്നേഹിക്കുന്നവരെ കൂടുതൽ ജീവിച്ചു തീർക്കുക,